ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ. ആദ്യമായിട്ട് ചാനൽ സന്ദർശിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് 2025 ജൂൺ 20 വെള്ളിയാഴ്ചയാണ്, ഒരു വാരാന്ത്യമാണ്. അപ്പോൾ നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ എന്നുള്ളത്. ആദ്യമായിട്ട് ഓൺലൈൻ ട്രേഡിംഗ് നമ്മളൊക്കെ ചെയ്യുന്നത് പോലെ മൊബൈലിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറോ ഉപയോഗിച്ച് ഓൺലൈൻ ട്രേഡിംഗ് ചെയ്യുമ്പോൾ അവിടെ 2 ഫാക്ടർ ഓതൻറ്റിക്കേഷൻ നിർബന്ധമാക്കണം എന്ന് എക്സ്ചേഞ്ചുകൾ ബ്രോക്കർമാരോട് പറഞ്ഞിരിക്കുകയാണ്. ഇത് ഓൾറെഡി സെറോദ പോലെയുള്ള ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുന്നവർക്കൊക്കെ ഇത് ഓൾറെഡി നമ്മൾ ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ ഫസ്റ്റിൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിൻ നമ്പർ അടിക്കും, അത് കഴിഞ്ഞിട്ട് ഒരു സെക്കൻഡ് ഒന്നിലൊരു SMS OTP വരും, അല്ലെങ്കിൽ നമ്മൾ ഫോണിൻ്റെ ബയോമെട്രിക്സ് ഫിംഗർ പ്രിൻ്റ് വെച്ചിട്ട് ആക്സസ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ചെയ്യാറുള്ളത്. സോ അങ്ങനെ 2 ലെവലിലുള്ള സെക്യൂരിറ്റി ചെക്കിങ് നടത്തണം എന്നാണ് എക്സ്ചേഞ്ച്. കാരണം ഇപ്പോൾ കുറച്ച് ഏതാനും ബ്രോക്കേഴ്സ് ഇതൊന്നും ഇല്ലാതെ ജസ്റ്റ് ഒരു പിൻ നമ്പർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആപ്ലിക്കേഷൻസ് കൊടുക്കുന്നുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്. നമ്മളൊക്കെ ചെയ്യുന്നതിലും ഒട്ടുമിക്ക ബ്രോക്കർമാരും ഇപ്പോൾ 2 ഫാക്ടർ ഓതൻറ്റിക്കേഷൻ ഏകദേശം ഒരു 1-2 വർഷമായിട്ട് നമ്മളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ അപൂർവം ബ്രോക്കേഴ്സ് അതില്ലാതെയും കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ ഓൺലൈനിൽ API വെച്ച് ട്രേഡ് ചെയ്യുന്നവർക്കും ഇതേപോലെ ഓതൻറ്റിക്കേഷൻ ആവശ്യമായിട്ട് വരും എന്നാണ് അറിയാൻ സാധിച്ചത്. മറ്റടുത്തതൊരു ഇൻട്രസ്റ്റിംഗ് ന്യൂസാണ്. ടെലിഗ്രാമിൻ്റെ CEO പവൽ ദുരോവ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മുഴുവൻ സമ്പാദ്യവും 100 കുട്ടികൾക്കായിട്ട് വീതിച്ച് നൽകും എന്നാണ്. ഇത് ഞാൻ കരുതിയത് ഇതുപോലെ ചാരിറ്റിയോ മറ്റോ ചെയ്യുന്നതാണ് എന്നാണ്. പക്ഷേ ഇതിനകത്ത് ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്താണെന്ന് പറഞ്ഞാൽ ഈ 100 കുട്ടികളും ഇദ്ദേഹത്തിൻ്റെ കുട്ടികൾ തന്നെയാണ്. ഇദ്ദേഹത്തിന് നേരിട്ട് ഇദ്ദേഹത്തിന് ജനിച്ച ഏതാനും കുട്ടികളുണ്ട്. ബാക്കിയൊക്കെ ഇദ്ദേഹം ബീജദാനത്തിലൂടെ സ്വന്തം പിതൃത്വം ഏറ്റെടുത്ത കുട്ടികളാണ്. അങ്ങനെ മൊത്തത്തിൽ 100 കുട്ടികളാണ് ഉള്ളത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എനിക്ക് നേരിട്ട് ജനിച്ചതോ അല്ലെങ്കിൽ ബീജദാനത്തിലൂടെ ജനിച്ച കുട്ടികളോ ആയാലും എല്ലാവരെയും ഞാൻ ഒരുപോലെ എൻ്റെ മക്കളായിട്ട് കാണുന്നു. അതുകൊണ്ട് എനിക്കുള്ള മുഴുവൻ സമ്പാദ്യവും ഞാൻ അവർക്ക് 100 പേർക്കുമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ് എന്നാണ് പറഞ്ഞത്. എന്തായാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫാക്ടർ ആയതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഉൾപ്പെടുത്തിയത്. ഇന്ത്യൻ രൂപ അതിൻ്റെ 3 മാസത്തെ ഏറ്റവും ലോവസ്റ്റ് റേറ്റായ 86 രൂപ 73 പൈസ ഒരു $ന് എഗെയിൻസ്റ്റ് 86 രൂപ 73 പൈസ എന്ന നിലയിലേക്ക് ഇടിഞ്ഞു താഴ്ന്നു പോയിരിക്കുകയാണ്. മിഡിൽ ഈസ്റ്റിൽ ഉണ്ടായിരിക്കുന്ന യുദ്ധത്തിൻ്റെ പ്രശ്നങ്ങളും അതുപോലെ എണ്ണവില വർദ്ധിച്ചതൊക്കെയാണ് ഇത്രയും മോശമായ അവസ്ഥയിലേക്ക് ഇന്ത്യൻ രൂപയെ എത്തിച്ചിരിക്കുന്നത്. അതുപോലെ മാർക്ക് ആൻഡ് സ്പെൻസർ ഗൾഫിലൊക്കെ ഉള്ള ആൾക്കാർക്കും അതുപോലെ വിദേശത്തുള്ളവർക്ക് അറിയാൻ പറ്റുന്ന ഒരു സൂപ്പർ മാർക്കറ്റ് പോലെയുള്ള ലുലു ഒക്കെ പോലെയുള്ള ഒരു സംഭവമാണിത്. അവർക്കൊരു സൈബർ അറ്റാക്ക് ഉണ്ടായിട്ട് ഒരുപാട് പ്രശ്നങ്ങളായിട്ടുണ്ട്. അതിൽ മാർക്ക് ആൻഡ് സ്പെൻസറിൻ്റെ എല്ലാ പ്രശ്നം വരുന്നത് ഇതിൻ്റെ സർവീസ് പ്രൊവൈഡർ എന്ന് പറയുന്നത് TCS ആണ്, ടാറ്റ കൺസൾട്ടൻസി സർവീസാണ്. അപ്പോൾ അവർക്കാണ് ഇത് ഏറ്റവും ദോഷം ചെയ്യുക. അവരുടെ സ്റ്റോക്ക് പ്രൈസാണ് മോസ്റ്റ് പ്രോബ്ലി ഇടിയാൻ പോകുന്നത്. എന്തായാലും അവരുടെ മാർക്സ് ആൻഡ് സ്പെൻസറിന് ഒഴികെ ബാക്കി വേറെ ഒരു സർവീസിനും ഒരു ഡാമേജും ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഒരു സൈബർ അറ്റാക്ക് അല്ലെങ്കിൽ ഒരു ഹാക്കിംഗ് നടന്നു എന്ന് പറയുന്നത് ഒരു ടെക് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ടുള്ള ഒരു ഇഷ്യൂ തന്നെയാണ്. അടുത്തതും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ന്യൂസാണ്. ഇറാൻ TVയിൽ ഇസ്രായേൽ ഹാക്ക് ചെയ്തിട്ട് അവർ എന്തൊക്കെയോ അവരുടെ പ്രോഗ്രാംസ് കാണിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇറാൻ നിലവിളിക്കുന്നുണ്ട്. എന്തായാലും യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് മിസൈൽ കൊണ്ടുള്ള യുദ്ധങ്ങൾ ഇപ്പോൾ അവസാനിക്കുകയാണ്. ഇപ്പോൾ സൈബർ യുദ്ധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. TV ചാനലുകൾ, വെബ്സൈറ്റുകൾ, അതുപോലെ അവരുടെ നെറ്റ്വർക്ക് ഹാക്ക് ചെയ്ത് അതിനകത്ത് കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. കാരണം ഇത് തൊട്ട് മുമ്പ് കഴിഞ്ഞ ദിവസം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കാരണം ഇസ്രയേലിൻ്റെ അയൺ ഡോമിൻ്റെ നെറ്റ്വർക്കിൽ ഇറാനിയൻ സൈബർ അറ്റാക്കേഴ്സ് കയറി അയൺ ഡോമിനെ അവരെ ലോക്കൽ ലാൻഡിൽ തന്നെ മിസൈൽ പതിപ്പിക്കുന്ന രീതിയിലേക്ക് എത്തിച്ചു എന്നൊക്കെ പറഞ്ഞ് കുറേ വീഡിയോസൊക്കെ കണ്ടിരുന്നു. ഒരു പക്ഷേ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയില്ല. പക്ഷേ TV ചാനൽ ഹാക്ക് ചെയ്തു എന്നുള്ളത് സത്യമാണ്. അതിൻ്റെ വീഡിയോ അടക്കം പ്രചരിക്കുന്നുണ്ട്. എന്തായാലും അതേപോലെ നമ്മൾ ഇന്ത്യയിൽ നമ്മളൊക്കെ ഉപയോഗിക്കുന്ന തേർഡ് പാർട്ടി ഇൻഷുറൻസ് വണ്ടിയുടെ അതിന് പ്രൈസ് വർദ്ധിക്കുകയാണ്. 10% വർദ്ധിക്കുന്നത്. നമുക്ക് ഫസ്റ്റ് പാർട്ട് അല്ലെങ്കിൽ തേർഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ 2 വിധത്തിലാണ് ഇത് എടുക്കാൻ പറ്റുക. തേർഡ് പാർട്ടിന് പ്രൈസ് കുറവായതുകൊണ്ട് മിക്ക ആൾക്കാരും അതാണ് എടുക്കാറുള്ളത്. വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരെയാണോ കൊണ്ടുപോയി ഇടിച്ചത് അവർക്ക് കോമ്പൻസേഷൻ കിട്ടും, ഇടിച്ച നമ്മൾക്കൊന്നും കിട്ടില്ല എന്ന രീതിയിലുള്ളൊരു പ്ലാനാണിത്. പക്ഷേ അതിന് പോലും പ്രൈസ് ഇപ്പോൾ വർദ്ധിക്കുകയാണ്. ദെൻ സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസിനായിട്ട് ടെലിഗ്രാം ചാനലുണ്ട്. എല്ലാവരും പരമാവധി ജോയിൻ ചെയ്യുക, പരമാവധി ഉപയോഗപ്പെടുത്തുക. അതേപോലെ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ഉപയോഗപ്പെടുത്തുക. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് പോകുകയാണെങ്കിൽ US മാർക്കറ്റ് ഒരു സമ്മിശ്ര പ്രതികരണമാണ്. പക്ഷേ യൂറോപ്യൻ മാർക്കറ്റ് ക്ലിയർലി റെഡിലാണ് അവസാനിച്ചത്. അതുപോലെ ഏഷ്യൻ മാർക്കറ്റ് ജപ്പാൻ്റെ മാർക്കറ്റ് ഇന്നലെ അവസാനിച്ചു.
അവസാനിച്ചത് ഗ്രീനിലാണ്. ഇനി നമുക്ക് ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് പോകണം. ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്തത് 24,757 ഇന്ന് ഓപ്പൺ ആയിരിക്കുന്നത് 24,780 23 പോയിന്റിന്റെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ഇന്ന് കിട്ടിയത്. കറന്റ് ട്രേഡിംഗ് നടക്കുന്നത് 24,806 സോ ഏകദേശം ഒരു 50 പോയിന്റ് ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്നും 50 പോയിന്റ് മാർക്കറ്റ് മുകളിലോട്ട് കയറിയിട്ടുണ്ട്. ദെൻ കമ്മോഡിറ്റിയിലേക്ക് വരികയാണെങ്കിൽ ക്രൂഡ് ഓയിൽ പ്രൈസ് വീണ്ടും വർദ്ധിച്ചിരിക്കുകയാണ്. 74.707 ആണ് ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ്. ഗോൾഡ് ആണെങ്കിൽ പ്രൈസ് ഇടിയാണ് ചെയ്തത്. $3,375 എത്തിയിട്ടുണ്ട്. ബിറ്റ് കോയിൻ്റെ പ്രൈസ് ഇടിഞ്ഞിട്ടുണ്ട്. 1,04,602 എത്തിയിട്ടുണ്ട്. അതുപോലെ USD INR 86 ഒരു $1 $86.73 എന്ന രീതിയിലേക്ക് ഇന്ത്യൻ രൂപയുടെ മൂല്യവും ഇടിഞ്ഞു പോയിട്ടുണ്ട്. ദെൻ ഇന്ന് റിലീസാവാനുള്ള ഗ്ലോബൽ ഡാറ്റ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ളത് ബാങ്ക് ലോൺ ഗ്രോത്ത്, ഡിപ്പോസിറ്റ് ഗ്രോത്ത്, FX റിസർവ്സ് USD, ഇൻഫ്രാസ്ട്രക്ചർ ഔട്ട്പുട്ട്, RBI MPC മീറ്റിംഗ് മിനിറ്റ്സ്, ഇത്രയാണ് ഇന്ത്യയിൽ നിന്ന് വരാനുള്ളത്. ഇനി US നിന്നുള്ളത് നോക്കുകയാണെങ്കിൽ ഫെഡ്സ് ബാലൻസ് ഷീറ്റ്, റിസർവ് ബാലൻസ് വിത്ത് ഫെഡറൽ റിസർവ് ബാങ്ക്സ്, ഫിലാഡൽഫിയ ഫെഡ് മാനുഫാക്ചറിംഗ് ഇൻഡെക്സ്, ഫില്ലി ഫെഡ് ബിസിനസ് കണ്ടീഷൻസ്, ഫില്ലി ഫെഡ് ക്യാപെക്സ് ഇൻഡെക്സ്, ഫില്ലി ഫെഡ് എംപ്ലോയ്മെൻറ്റ്, ഫില്ലി ഫെഡ് ന്യൂ ഓർഡേഴ്സ്, ഫില്ലി ഫെഡ് പ്രൈസസ് പെയ്ഡ് ആൻഡ് ലാസ്റ്റ് വൺ US ലീഡിംഗ് ഇൻഡെക്സ് മന്ത് ഓൺ മന്ത്. ഇത്രയും ഗ്ലോബൽ ഡാറ്റകളാണ് ഇന്ന് റിലീസ് ആവാനുള്ളത്. റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനികളിൽ ഒരു പെന്നി സ്റ്റോക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിരുന്നത് മാത്രമേ ഇന്ന് റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനികളുള്ളൂ. ദെൻ F&O ബാനിൽ വന്നിരിക്കുന്ന കമ്പനി ABFRൽ ബയോകോൺ, CDSൽ ഹഡ്കോ, മണപ്പുറം, RBL ബാങ്ക്, തിത്തഗർ. F&O ബാൻ എന്താണെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ. ഞാൻ ഒരുപാട് വീഡിയോസിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 934 കോടിയുടെ ബൈയിങ് ആണ് ചെയ്തത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 605 കോടിയുടെ ബൈയിങ് ആണ് ചെയ്തത്. മൊത്തത്തിൽ 1,540 കോടി രൂപ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് പമ്പ് ചെയ്തതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. സെക്ടറൽ പെർഫോമൻസിലേക്ക് വരികയാണെങ്കിൽ ഓട്ടോ സെക്ടർ, അതേപോലെ ഓട്ടോ സെക്ടർ മാത്രമാണ് ഗ്രീനിൽ അവസാനിച്ചത്. ബാക്കിയെല്ലാം തന്നെ നെഗറ്റീവിലാണ് അവസാനിച്ചത്. മീഡിയ ആണ് PSU ബാങ്കാണ് ഏറ്റവും വേസ്റ്റ് പെർഫോമൻസിൽ കാഴ്ചവെച്ചത്. 2.04% ഒരു ഇടിവാണ് രേഖപ്പെടുത്തിയത്. മീഡിയയും 1.91% ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ETF പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഗോൾഡ് ബീസും ഓട്ടോ ബീസും ഒഴികെ ബാക്കിയെല്ലാം തന്നെ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. ബയേഴ്സ് മാത്രം ആക്റ്റീവായിട്ടുണ്ടായിരുന്ന സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ആകാശ്, എക്സ്പ്ലോറാറ്റ്, സ്കോഡ ട്യൂബ്സ് പുതിയതായിട്ട് ലിസ്റ്റ് ചെയ്തൊരു കമ്പനിയാണ്. ദെൻ വെൽത്ത് ഫസ്റ്റ് പ്രോ, സക്കർ ഹെൽത്ത് കെയർ, ആഹ്ലാദ എഞ്ചിനീയർ, ഇൻട്രാസോഫ്ടെക്, വൺ ലൈഫ് ക്യാപിറ്റൽ, അബാൻ ഓഫ്ഷോർ, എക്സൽ റിയാലിറ്റി, അന്റാർട്ടിക്ക. എക്സൽ റിയാലിറ്റി ഒക്കെ 94 പൈസ മാത്രമുള്ള ഒരു സ്റ്റോക്കാണ്. അന്റാർട്ടിക്ക. ഇത്രയും സ്റ്റോക്കുകളാണ് ബയേഴ്സ് മാത്രം ആക്റ്റീവായിട്ടുണ്ടായിരുന്നത്. സെല്ലേഴ്സിൻ്റെ നോക്കുകയാണെങ്കിൽ യുണൈറ്റഡ് ഡ്രില്ലിംഗ്, ഡെൽഫി വേൾഡ്, നെൽകാസ്, സുബ്രോസ്, ഓറിയൻ സിമെൻറ്റ്, ലിങ്ക്, ഷാ മെറ്റാകോർപ്പ്, KBC ഗ്ലോബൽ 55 പൈസ മാത്രമുള്ള സ്റ്റോക്കാണ്. സ്റ്റെർലൈറ്റ് ടെക്നോ, ഇൻവെഞ്ചേഴ്സ് നോ. ഇത്രയും കമ്പനികൾ സെല്ലേഴ്സ് മാത്രം ആക്റ്റീവായിട്ടുണ്ടായിരുന്നതാണ്. നിഫ്റ്റിയുടെ ഇന്നലത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇന്നലെ 10 പോയിന്റ് നഷ്ടത്തിൽ 24,793 ഇൻട്രാഡേയിൽ അവസാനിച്ചു. ദെൻ ഈ ആഴ്ചയിൽ മൊത്തത്തിൽ നിഫ്റ്റിയിലേക്ക് കിട്ടിയിരിക്കുന്ന 60 പോയിന്റിൻ്റെ മാത്രം ഒരു മുന്നേറ്റമാണ്. ഈ മാസത്തിൽ 123 പോയിന്റിൻ്റെ ഒരു മുന്നേറ്റത്തിലാണ് നിഫ്റ്റി നിൽക്കുന്നത്. മിക്കവാറും മന്ത്ലി ക്യാൻഡിൽ ഒരു ഡോജി ക്യാൻഡിൽ ആകുമോ എന്നുള്ളത് കണ്ടറിയണം. മറ്റ് ഇൻഡെക്സുകൾ നോക്കുകയാണെങ്കിൽ എല്ലാം തന്നെ റെഡിലാണ് കഴിഞ്ഞ ദിവസം അവസാനിച്ചത്. ഇന്നത്തേക്കുള്ള ഡാറ്റ നോക്കുകയാണെങ്കിൽ PCR വന്നിരിക്കുന്ന 0.73 ആണ്. ക്ലിയർലി ബെയറിഷ് മോഡാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഹയസ്റ്റ് കോൾ റേറ്റിംഗ് വന്നിട്ടുള്ളത് 25,000-ലാണ്. 1,84,000 ഇവിടെ വന്നിരിക്കുന്നത്. ഹയസ്റ്റ് പുട്ട് റേറ്റിംഗ് വന്നിട്ടുള്ളത് 24,000-ലാണ്. 1,42,000 വന്നിരിക്കുന്നത്. വിക്സ് 14.26 ഇൻട്രാഡേ ട്രേഡേഴ്സിന് പറ്റിയ വിക്സ് ആണ്. സ്പോട്ട് പ്രൈസ് 24,793 ക്ലോസ് ചെയ്തിരിക്കുന്നത്. CPR നോക്കുകയാണെങ്കിൽ 24,795, 797, 798. അതായത് 3 പോയിന്റ് ഗ്യാപ്പിലാണ് ഇവിടെ CPR വന്നത്. വളരെ നാരോ CPR ആണ്. അടിപൊളി പെർഫോമൻസിലുള്ള സാധ്യതയുണ്ട്. ഇനി നോട്ട് റേറ്റ് സോൺ എവിടെ, റാസ് ലെവൽസിൻ്റെ നോട്ട് റേറ്റ് സോൺ എവിടെയാണെന്ന് നോക്കാം. 24,809 787 കൃത്യമായിട്ട് നോട്ട് റേറ്റ് സോണിൻ്റെ നടുക്കാണ് CPR വന്നിട്ടുള്ളത്. സോ ഇന്ന് അടിപൊളി ഒരു മൂവ്മെൻറ്റ് കിട്ടാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. വെള്ളിയാഴ്ചയാണ്. കുറേ ദിവസമായിട്ട് ഒരു കൺസോൾട്ടേഷനുള്ള മാർക്കറ്റാണ്. ഇന്ന് മൂവ്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ ഇതിൻ്റെ ഒരു വാലിഡിറ്റി പോകും. കാരണം നോർമലി ഈ ദിവസം നാരോ CPRും നോട്ട് റേറ്റ് സോണും ഇതേപോലെ കോമ്പിനേഷൻ വന്നു കഴിഞ്ഞാൽ അതേ ദിവസം മൂവ്മെൻറ്റ് കിട്ടിയില്ലെങ്കിൽ അടുത്ത ദിവസം ഉറപ്പായിട്ട് കിട്ടും എന്നാണ് അതിൻ്റെ ഒരു നിഗമനം. പക്ഷേ ഇവിടെ ഒരു കുഴപ്പം, 2 ദിവസം ലീവ് വരുന്നുണ്ട്.
ശനിയും ഞായറും. അപ്പോൾ തിങ്കളാഴ്ചത്തേക്ക് അതിൻ്റെ ചൂടൊക്കെ നഷ്ടപ്പെട്ടു പോകും. സോ ഇവിടെ എല്ലാവരും നമ്മുടെ നോ ട്രേഡ് സോണാണ് നമുക്ക് വരുന്നത്. 24,809 787. 24,809 കട്ട് ചെയ്ത് മുകളിലോട്ട് കയറുകയാണെങ്കിൽ 24,977 വരെ മാർക്കറ്റ് കയറിപ്പോകാൻ സാധ്യതയുണ്ട്. ഏകദേശം 168 പോയിന്റ് മുകളിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. ഇനി അതല്ല താഴോട്ടാണ് വരുന്നത്, 24,787 കട്ട് ചെയ്ത് താഴോട്ട് ഇറങ്ങുകയാണെങ്കിൽ 609 വരെ പോകാനുള്ള സാധ്യതയുണ്ട്. അതായത് ഏകദേശം 168 പോയിന്റോളം താഴോട്ടും പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മുകളിലോട്ടായാലും താഴോട്ടായാലും അത്യാവശ്യം നല്ല മൂവ്മെൻറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. നാരോ CPR ആണ്. മൊത്തത്തിലൊരു വൈബ്, ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഏത് ഭാഗത്തോട്ട് മാർക്കറ്റ് പോകും എന്നുള്ളത് കണ്ടറിയണം. ഇത് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റിൽ നല്ല മൊമെൻറ്റം കിട്ടും എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. ഒരിക്കലും ഇത് മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നോ താഴോട്ട് പോകും എന്നൊന്നും അല്ല പറയുന്നത്. മൊമെൻറ്റം കിട്ടാൻ സാധ്യതയുണ്ട്. സാധാരണ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കിട്ടാറുണ്ട് എന്ന് മാത്രമാണ്. അപ്പോൾ പ്രതീക്ഷിച്ചിരിക്കാം. ഈ ഒരു റേഞ്ച് നോ ട്രേഡ് സോണിൻ്റെ അകത്താണ് മാർക്കറ്റ് ഓപ്പൺ ആകുന്നതെങ്കിൽ ഏത് ഭാഗത്തോട്ടാണ് മാർക്കറ്റ് കട്ട് ചെയ്ത് പോകുന്നത് ആ ഭാഗത്തോട്ട് കയറി അങ്ങ് ഇരുന്നോളൂ. അത്യാവശ്യം നല്ല മൂവ്മെൻറ്റ് കിട്ടും. ഇന്ന് കിട്ടിയില്ലെങ്കിൽ തിങ്കളാഴ്ചയാണ് കിട്ടേണ്ടത്. അതിന് സാധ്യത വളരെ കുറവാണ്, 2 ദിവസം അവധിയുള്ളതുകൊണ്ട്. സോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പ്രോഫിറ്റിന് വേണ്ടി ശ്രമിക്കുക. നഷ്ടം എന്നുള്ളത് ട്രേഡിങ്ങിൻ്റെ ഭാഗമാണെങ്കിലും ഒരിക്കലും നഷ്ടം കണ്ടു കഴിഞ്ഞാൽ അത് ബുക്ക് ചെയ്യാതെ അവിടെ മാറി നിൽക്കരുത്. നഷ്ടം കുറക്കുക, ലാഭത്തിനെ വർദ്ധിപ്പിക്കുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. ട്രേഡിങ്ങിൻ്റെ വിജയം എന്ന് പറയുന്നത് സൈക്കോളജിയാണ്. നിങ്ങളുടെ മനസ്സ് എങ്ങനെ പ്രവർത്തിക്കുന്നു അതുപോലെയാണ് നിങ്ങളുടെ ട്രേഡിങ്ങിൽ വിജയം ഉണ്ടാവുക. സ്വാഭാവികമായിട്ടും നമുക്ക് നഷ്ടം കാണുമ്പോൾ തിരിച്ചു വരും, പ്രോഫിറ്റ് ആകും എന്ന് കരുതി നമ്മൾ കുറേ നേരം കാത്തിരിക്കുന്ന ആ പരിപാടി ഒഴിവാക്കിയിട്ട് ചെറിയ നഷ്ടത്തിൽ തന്നെ കട്ട് ചെയ്ത് ലാഭം കാണുമ്പോൾ അത് ഹോൾഡ് ചെയ്ത് കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ട്രേഡിങ്ങിൽ വിജയിക്കാൻ പറ്റുമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. യു ടേക്ക് കെയർ ആൻഡ് ബൈ. താങ്ക് യു.